أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബി ഇർഫാനി നിവേദനം ചെയ്യുന്നു. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ ഔദാര്യത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും മറ്റൊരു ശൈലി കൂടി പ്രകടമായിരുന്നു. അത് ശുപാർശയുടെയും മധ്യസ്ഥതയുടെയും വർണ്ണമുള്ളതാണ്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സമക്ഷത്തിൽ വരുന്ന ആവശ്യക്കാരൻ്റെ ആവശ്യം നിറവേറ്റുക ഹുസൂറിൻ്റെ പരിധിയിലായിരിക്കില്ല, മറിച്ച് അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതാകാം. അത്തരം പരിതസ്ഥിതിയിൽ അയാൾക്ക് പ്രയോജനം ലഭിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവരോട് ശുപാർശ ചെയ്യുക എന്നതിലായിരിക്കും ഹുസൂറിൻ്റെ ശ്രദ്ധ. എന്നാൽ അത്തരക്കാരോട് ആവശ്യത്തിന് വേണ്ടി പോലും അദ്ദേഹം സ്വന്തം ഒന്നും ചോദിക്കാറില്ലായിരുന്നു. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി മാത്രമേ അത്തരക്കാരോട് ബന്ധപ്പെട്ടിരുന്നുള്ളൂ, അവരോട് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിവേദകൻ എഴുതുന്നു, ഇതാണ് ഏറ്റവും ഉദാരവും ആത്മാർത്ഥവുമായ ശൈലി. അത് ലോകത്ത് വളരെ വിരളമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. തുടർന്ന് എഴുതുന്നു, മിർസ ഇമാമുദ്ദീൻ സാഹിബിനെ പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു, മിർസ ഇമാമുദ്ദീൻ സാഹിബ് ജമാഅത്തിൻ്റെ ബദ്ധവൈരിയായിരുന്നു എന്നതും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തോട് അയാൾക്ക് കടുത്ത ശത്രുതയുണ്ടായിരുന്നു എന്നതും ഒളിഞ്ഞിരിക്കുന്ന കാര്യമല്ല. എന്നാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അയാളുടെ ഈ ശത്രുതയെ ഭൗതിക കാര്യങ്ങളിൽ എപ്പോഴും അവഗണിക്കാറുണ്ടായിരുന്നു. ദീനിൻ്റെ പരിധിയിൽ ശരി തന്നെ, മതകാര്യങ്ങളിൽ ശത്രുത ഹുസൂർ അലൈഹി സ്വലാം ഒരിക്കലും സഹിക്കില്ലായിരുന്നു. എന്നാൽ ഭൗതിക കാര്യങ്ങളിൽ ഹുസൂർ അലൈഹി സ്വലാം അതൊന്നും ഒരിക്കലും ഗൗനിച്ചില്ല. അതായത് അയാളോടുള്ള പെരുമാറ്റത്തിൽ ഹുസൂർ അലൈഹി സ്വലാം ഒരിക്കലും വ്യത്യാസം വരുത്തിയില്ല. അയാൾ പലപ്പോഴും ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിക്കുമായിരുന്നു. ആ ഉപകാരങ്ങൾ ഉണ്ടായിട്ടും അയാളിൽ എതിർപ്പ് മുഴച്ചു നിന്നിരുന്നു, കടുത്ത ശത്രുത വച്ചു പുലർത്തിയിരുന്നു. ഒരിക്കൽ അയാൾ തൻ്റെ ഒരു കുതിര വിൽക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഒരു നല്ല പോം വഴി ആലോചിച്ചു. ആ കുതിരയെ ജമ്മുവിലേക്ക് കൊണ്ടുപോവുകയും ഹദരത്ത് ഹക്കീമുൽ ഉമ്മത്ത് മൗലവി നൂറുദ്ദീൻ സാബ് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു അൻഹു മുഖേന അത് വിൽക്കുകയും ചെയ്യുക എന്നതായിരുന്നു അതിനുള്ള പോം വഴി കണ്ടെത്തിയത്. അതായത് അങ്ങനെ നല്ലൊരു തുക ലഭിക്കുന്നതാണ്. അവിടെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സാന്നിധ്യത്തിൽ അവരുമായുള്ള പരിചയത്തിൻ്റെ പേരിൽ മൗലവി നൂറുദ്ദീൻ സാഹിബിന് അങ്ങനെ അത് ചെയ്ത് തരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി. അവരത് വാങ്ങിക്കോളും. ഈ നിർദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് മിർസ നിസാമുദ്ദീൻ സാഹിബ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹം ഹദരത്ത് ഹക്കീമുൽ ഉമ്മത്തിൻ്റെ പേരിൽ ഒരു ശുപാർശക്കത്ത് എഴുതി തരണമെന്ന് ചെന്ന് അപേക്ഷിച്ചു. ഹുസൂർ അലൈഹി സ്വലം ഈ അപേക്ഷ നിരസിച്ചില്ല, മറിച്ച് ഒട്ടും വൈകിക്കാതെ ഹദരത്ത് മൗലവി സാഹിബിൻ്റെ പേരിൽ ഒരു ശുപാർശ കത്ത് നൽകി. ഇത് ഇപ്രകാരമായിരുന്നു. ആ കത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നു, മിർസ ഇമാമുദ്ദീൻ സാഹിബിൻ്റെ ശത്രുതയും വിരോധവും ഒളിഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നില്ല എന്നത് സുവ്യക്തമാണ്. എന്നാൽ നന്മയും ഉപകാരവും ചെയ്യേണ്ട കാര്യം വരുമ്പോഴൊക്കെ ആ ശത്രുതയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് ഇസ്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അയാൾക്ക് പ്രയോജനം ചെയ്യുന്നതിൽ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹസ്രത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബിന് എഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു: ബിസ്മില്ലാഹി റഹ്മാനി റഹീം നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിൽ കരീം. അതിനുശേഷം എഴുതി മഖ്തൂമി മുക്കറമി അഖ്വി മൗലവി ഹക്കീം നൂറുദ്ദീൻ സാബ് സല്ലമഹു താല. ബഹുമാനപ്പെട്ട മൗലവി നൂറുദ്ദീൻ സാബ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കത്ത് കൊണ്ടുള്ള ഉദ്ദേശം താങ്കൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് നൽകുക എന്നതാണ്. താങ്കൾ വളരെ ശ്രദ്ധയോടെയും പരിശ്രമത്തോടെയും ഇത് ചെയ്യുമെന്ന് പ്രത്യാശിക്കുന്നു. വളരെ നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്ന് നിർബന്ധം ചെലുത്തിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കാര്യം ഇതാണ്: മിർസ ഇമാമുദ്ദീൻ സാഹിബ് എൻ്റെ ഒരു പിതൃ സഹോദരപുത്രനാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ വിലപിടിപ്പുള്ള ഒരു കുതിരയുണ്ട്. അത് നല്ല വേഗതയുള്ളതും രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും സവാരിക്ക് അനുഗുണവുമാണ്. ഇപ്പോൾ അയാൾ അത് വിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും വിലപിടിപ്പുള്ള കുതിരകളെ സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയില്ല. പ്രഭുക്കന്മാർ തന്നെ സ്വയം ഇത്തരം കാര്യങ്ങൾക്കായി അന്വേഷിക്കാറുണ്ട്. അതിനാൽ താങ്കൾ ദയവായി ജമ്മുവിലെ പ്രഭുവിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സഹോദരനോടോ കണ്ട് സംസാരിച്ച് ഉചിതമായ വിലയ്ക്ക് ആ കുതിരയെ വാങ്ങുന്നതിനായി പരിശ്രമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്ന് വാങ്ങാനുള്ള ആഗ്രഹം ഉറപ്പായാൽ കുതിരയെ താങ്കളുടെ സവിധത്തിലേക്ക് അയക്കാവുന്നതാണ്. തീർച്ചയായും വലിയ പരിശ്രമത്തിനു ശേഷം അറിയിപ്പ് നൽകുക. വളരെയധികം പരിശ്രമിക്കുക. വസ്സലാം. വിനീതൻ, മിർസ ഗുലാം അഹമ്മദ്. ഇത് 1888 സംഭവമാണ്. അന്ന് മിർസ ഇമാമുദ്ദീന് ശത്രുത ഉണ്ടായിരുന്നുവെങ്കിലും അപ്പോഴും മഹദി മസീഹ് ആണെന്ന് അദ്ദേഹം വാദിച്ചിരുന്നില്ല. അതിനാൽ ഏതായാലും അപ്പോഴും മസീഹ് ഇസ്ലാം തൻ്റെ ശത്രുവായ സഹോദരനെ സഹായിക്കുകയുണ്ടായി. ഹദരത്ത് ഷേഖ് മെഹ്മൂദ് നസീബ് സാബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു: ഞാൻ ഒരു കാലത്ത് ഒരു സിഖ് തർക്കാനവാല, ഒരു മരപ്പണിക്കാരൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അത് മിർസ നിസാമുദ്ദീൻ സാബ് ലംബർദാറിൻ്റെ വീടിൻ്റെ അടുത്താണ്. അവിടെ വില്ലേജ് ഓഫീസറിൻ്റെ അടുത്തായിരുന്നു. ഒരു കാര്യത്തിന് വീട്ടുടമസ്ഥ എന്നോട് അനാവശ്യമായി വഴക്കിട്ടു. വീട് ഒഴിയാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, മുദ്രപത്രത്തിൽ എഗ്രിമെൻ്റ് എഴുതി തന്നതിനാലും കുടിശ്ശികയില്ലാതെ വാടക നൽകുന്നതിനാലും ഞാൻ വീട് ഒഴിയുന്ന പ്രശ്നമില്ല. ഈ കാര്യത്തിൽ മിർസ നിസാമുദ്ദീൻ സാഹിബിൻ്റെ സഹായം സ്വീകരിക്കാൻ അവർ ആഗ്രഹിച്ചു. അവർ പലതവണ ഖൈറുദ്ദീൻ സാബ് ചൗക്കിദാർ എന്നൊരാളിലൂടെ എന്നെ വിളിക്കുമായിരുന്നു. ചിലപ്പോൾ ഞാൻ പോകുമായിരുന്നു, ചിലപ്പോൾ പോകുമായിരുന്നില്ല. ഏതായാലും എന്നെ പേടിപ്പിച്ച് കുഴപ്പമുണ്ടാക്കി വീടൊഴിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ഞാൻ ഒഴിയുന്ന ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിർസ സാഹിബ് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബിനോട് സഹായം അഭ്യർത്ഥിച്ചു. മിർസ നിസാമുദ്ദീൻ സാഹിബ് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബിനോട് പറഞ്ഞു, ഷെയ്ഖ് സാബ് എന്നോട് പറഞ്ഞു വീട് ഒഴിയുന്നതാണ് നല്ലതെന്നാണ് അഭിപ്രായപ്പെട്ടത്. ആ ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചിരുന്നു. വീട് മാറ്റുക അപ്പോൾ പ്രയാസകരമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഹദരത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബിനോട് പറയുകയുണ്ടായി. മൗലവി സാഹിബ് നൂറുദ്ദീൻ സാഹിബ് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബിനോട് ദേഷ്യപ്പെടുകയും ആദ്യം ഇദ്ദേഹത്തിന് വേറെ വീട് കണ്ടുപിടിച്ചു കൊടുക്കൂ, എന്നിട്ട് പറയാം ഒഴിയാൻ വേണ്ടി എന്ന് എഴുതി അറിയിക്കുകയും ചെയ്തു. മൗലവി സാഹിബിൻ്റെ ദേഷ്യം കണ്ടപ്പോൾ ഷെയ്ഖ് സാഹിബ് പൂർണ്ണമായും മൗനം പാലിച്ചു. എന്നാൽ മിർസ നിസാമുദ്ദീൻ സാഹിബ് സമ്മർദ്ദം തുടർന്നുകൊണ്ടിരുന്നു. അവസാനം ഒരു ദിവസം ഞാൻ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സവിധത്തിൽ മുഴുവൻ കാര്യങ്ങളും എഴുതി ബോധിപ്പിച്ചു. അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി. ഇത് വായിച്ചിട്ട് എനിക്ക് വളരെയധികം വേദനയുണ്ടായി, മനോവേദന ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ പക്കൽ ഏതെങ്കിലും വീട് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തരുമായിരുന്നു, ഇനി ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്ന് ളുഹർ നമസ്കാരത്തിനായി ഞാൻ വരുമ്പോൾ ഷെയ്ഖ് അലി സാഹിബും വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഇക്കാര്യം ഓർമ്മിപ്പിക്കണം. ആ ദിവസങ്ങളിൽ മസ്ജിദ് മുബാറക്കിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമസ്കാരം ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിൻ്റെ വീട്ടിലാണ് നടന്നിരുന്നത്. ഞാൻ ളുഹർ നമസ്കാരത്തിന് പോയപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം അവിടെ എത്തി. ഞാനൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടിട്ട് ഹുസൂർ സ്വയം തന്നെ പറഞ്ഞു, മിർസ നിസാമുദ്ദീൻ്റെ അടുത്ത് നിന്ന് ഒരു സ്ത്രീ വന്നിരുന്നു. ഞാൻ അവർക്ക് സന്ദേശം അയച്ചിട്ടുണ്ട്. ഇനി താങ്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിനുശേഷം എന്നോട് ആരും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സദർ അഞ്ജുമൻ അഹമ്മദി എനിക്ക് ക്വാർട്ടർ അലോട്ട് ചെയ്യുന്നത് വരെ ഞാൻ ആ വീട്ടിൽ വളരെ കാലം താമസിച്ചു. അഞ്ജുമൻ്റെ വക വീട് ലഭിച്ചപ്പോൾ ഞാൻ അത് ഒഴിഞ്ഞു. അപ്പോഴും ആ സ്ത്രീയുടെ മനോഭാവം അപ്പോഴേക്കും വളരെയധികം മാറിപ്പോയിരുന്നു. ഹദരത്ത് മസീഹ് ഇസ്ലാം അവർക്ക് ചെയ്ത ഉപകാരത്തെക്കുറിച്ച് അവർ സ്മരിക്കുമായിരുന്നു. ഇപ്പോൾ എന്നെ പോകാൻ അനുവദിക്കാത്ത അവസ്ഥ വന്നു. എന്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുകയായിരുന്നു. ആദ്യമാണെങ്കിൽ വഴക്കിട്ടിരുന്നെങ്കിൽ പിന്നീട് ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ പെരുമാറ്റവും സൗമനസ്യവും ഉപകാരവും കൊണ്ട് അവൾ പൂർണ്ണമായി മാറിപ്പോയി. അദ്ദേഹം എഴുതുന്നു, ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ തൻ്റെ ഒരു സാധാരണ സേവകനോട് കാണിച്ച് ഈ മര്യാദയും ദയയും മിർസ നിസാമുദ്ദീൻ സാഹിബുമായുള്ള സംസാരമോ കൂടിക്കാഴ്ചയോ ഒട്ടുമില്ലായിരുന്ന എന്ന് എല്ലാവർക്കും അറിയാം. മസീഹ് ഇസ്ലാമിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു തരുന്നു. എന്നിട്ടും അദ്ദേഹം എനിക്ക് ഉപകാരം ചെയ്യുകയുണ്ടായി. ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി പറയുന്നു, മിർസ അഹമ്മദ് ബേഗ് സാബ് ഹോഷാർപുരിയുടെ മകൻ മിർസ മുഹമ്മദ് ബേഗിൻ്റെ സംഭവം ഞാൻ രേഖപ്പെടുത്തുകയാണ്. മിർസ മുഹമ്മദ് ബേഗിൻ്റെ കുടുംബവുമായി നമ്മുടെ ബന്ധങ്ങൾ അത്ര നല്ലതായിരുന്നില്ല.
എന്നാൽ ഈ ബന്ധങ്ങളിലെ മാധുര്യം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരുന്നു. അതായത് ഈ ബന്ധങ്ങൾ ഇങ്ങനെ നല്ലതായിരിക്കാതിരിക്കാനും കാരണം അള്ളാഹുവിൻ്റെ പ്രീതിയായിരുന്നു. ഇത് അഹമ്മദ് ബേഗിൻ്റെയും മുഹമ്മദി ബേഗത്തിൻ്റെയും കുടുംബമായിരുന്നു. അവർ കടുത്ത മതനിഷേധികളും ജമാഅത്തിൻ്റെ കൊടിയ ശത്രുക്കളുമായിരുന്നു. ഹജറത്ത് മുഹമ്മദ് ബേഗ് ജമ്മുവിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കും. ഹജറത്ത് മസീമദ് ഇസ്ലാമിനോട് ഹജറത്ത് ഹക്കീമുൽ ഉമ്മത്ത് റളിയല്ലാഹുവിൻ്റെ പേരിൽ ഒരു ശുപാർശ കത്ത് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഹജറത്ത് മസീമദ് ഇസ്ലാം യാതൊരു മടിയും കൂടാതെ താഴെ പറയുന്ന കത്തെഴുതി നൽകി. കാരണം അദ്ദേഹം ഹുസൂർ അലി ഇസ്ലാം ഏതൊരു ന്യായമായ ആവശ്യത്തെയും ഒരിക്കലും തള്ളിക്കളയാറില്ലായിരുന്നു. അതിലെഴുതി, താങ്കളുടെ പക്കലുള്ള മുഹമ്മദ് ബേഗ് എന്ന ആൺകുട്ടിയെക്കുറിച്ച് താങ്കൾക്ക് അറിയാമല്ലോ. അവൻ്റെ പിതാവ് മിർസ അഹമ്മദ് ബേഗ് തൻ്റെ അറിവില്ലായ്മയും അജ്ഞതയും കാരണം ഈ എളിയവനോട് കടുത്ത ശത്രുതയും വിരോധവും വെച്ച് പുലർത്തുന്ന ആളാണ്. അവരുടെ കഠിനമായ പെരുമാറ്റത്തിന് പകരം സൗമ്യത സ്വീകരിച്ചുകൊണ്ട് ഇദുഫൗ ബില്ലത്തി ഹി അഹ്സൻ, അതായത് ഏറ്റവും നല്ല മാർഗത്തിലൂടെ തിന്മയെ അകറ്റുക എന്ന പുണ്യം ലഭിക്കട്ടെ. വിശുദ്ധ ഖുർആന്റെ കൽപ്പന പാലിച്ച് സവാബ് കൂലി ലഭിക്കട്ടെ, അതിൽ യാതൊരു തടസ്സവുമില്ല. എൻ്റെ നയം അവരോട് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് പ്രത്യുപകാരം ചെയ്യുക എന്നാണ്, അവരോട് നന്മ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ കൽപ്പന അനുസരിച്ച് എനിക്ക് എന്തുകൊണ്ട് ആ സുഹൃതം ലഭിച്ചുകൂടാ? മൗലവി സാഹിബ്, എനിക്ക് പോലീസ് വകുപ്പിൽ ജോലി ആക്കി തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ബാലൻ മുഹമ്മദ് ബേഗിൻ്റെ പല കത്തുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കത്തിന് ശേഷം ഹദരത്ത് മൗലവി സാഹിബ് അവന് പോലീസിൽ കയറാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് സൃഷ്ടികളുടെ നന്മയ്ക്കായി അദ്ദേഹം ഹുസൂർ അലൈഹി സ്വലാം എല്ലാവിധത്തിലും തയ്യാറായിരുന്നു എന്നും ഔദാര്യത്തിൽ നിന്നും ശുപാർശ ചെയ്യുന്നതിൽ നിന്നും ഒരിക്കലും പിറകോട്ടടിച്ചില്ല എന്നുമാണ്. എന്നിരുന്നാലും അമിത വ്യയമാണ്, ദുർവ്യയമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. കാരണം അനാവശ്യമായ ചെലവുകൾ പാടില്ലാത്തതാണല്ലോ. ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് എഴുതുന്നു, കാദ്യാനിൽ നിഹാൽ ചന്ദ് എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. നഹാല എന്നായിരുന്നു വിളിച്ചിരുന്നത്. വിളിപ്പേര് ബഹാരോ രാജ് എന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. നിഹാൽ ചന്ദ് ബഹാരോ രാജ് എന്ന പൂർണ്ണനാമമുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം തൻ്റെ യൗവനകാലത്ത് ഹിന്ദു ആയിരുന്ന വ്യക്തിയായിരുന്നു. വളരെ വിഖ്യാതനായ കേസ് നടത്തുന്ന ആളായിരുന്നു. അവസാന കാലം വരെ ഏകദേശം അവൻ്റെ അവസ്ഥ അതുപോലെ തന്നെ തുടർന്നു. ഹദരത്ത് അഖ്ദസ് അലി ഇസ്ലാമിൻ്റെ കുടുംബത്തോട് പൊതുവെ മത്സരിക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു വന്നിരുന്നവരിൽ മുഖ്യനായിരുന്നു അയാൾ. പിന്നീട് ജമാഅത്തിൻ്റെ ശത്രുക്കളോടൊപ്പം അവൻ കൂടുമായിരുന്നു. അവസാന കാലത്ത് അവൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായി. ചിലപ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി പോലും പ്രയാസങ്ങൾ നേരിട്ടു. ഭക്ഷണം കഴിക്കാൻ പ്രയാസമായി. അവൻ ഒരിക്കൽ ഹദരത്ത് അഖ്ദസിൻ്റെ വാതിൽക്കൽ വന്ന് കൂടിക്കാഴ്ചക്ക് ആഗ്രഹിക്കുകയും വിവരം അറിയിക്കുകയും ചെയ്തു. ശത്രു ആയിരുന്നു, പക്ഷെ അത്തരം ആളുകൾക്ക് ലജ്ജയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും അവൻ അദ്ദേഹത്തിൻ്റെ പടിവാതിൽക്കൽ ഹാജരായി കൂടിക്കാഴ്ചക്ക് ആഗ്രഹിച്ചു, വിവരം അറിയിച്ചു. ഹദരത്ത് സാഹിബ് ഉടൻ തന്നെ പുറത്തിറങ്ങി. അവൻ സലാം പറഞ്ഞ് തൻ്റെ കഥ പറയാൻ തുടങ്ങി. ഹദരത്ത് അഖ്ദസ് അലി ഇസ്ലാം അവനെ ആശ്വസിപ്പിക്കുക മാത്രമല്ല 25 രൂപ സമ്മാനമായി നൽകുകയും ചെയ്തു. തൽക്കാലം ഇത് ഉപയോഗിക്കൂ, പിന്നീട് ആവശ്യം വരുമ്പോൾ എന്നെ അറിയിക്കൂ എന്നും കൂടി പറയുകയുണ്ടായി. അങ്ങനെ അതിനുശേഷം മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ അയാൾ സ്ഥിരമായി വരികയും തൻ്റെ ആവശ്യങ്ങൾക്കായി ഹുസൂർ അലൈഹി ഇസ്ലാമിൽ നിന്ന് ന്യായമായ തുക വാങ്ങുകയും ചെയ്യുന്നത് ശീലമാക്കി. മസീമോദ് അലി ഇസ്ലാമിൽ നിന്ന് മാത്രമല്ല, ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹുവിനോട് ഒരു പ്രത്യേക വാഗ്ദാനത്തിൻ്റെ പുറത്ത് ഒരു കടം വാങ്ങി വലിയ തുക വാങ്ങിച്ചിരുന്നു. ആ വാഗ്ദാനത്തിൻ്റെ സമയപരിധി കഴിഞ്ഞപ്പോൾ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അയാളോട് കാര്യം ആവശ്യപ്പെട്ടു, കടം തിരിച്ച് നൽകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ വളരെ നിസ്സാരമായ മറുപടി പറഞ്ഞു ഒഴിഞ്ഞു മാറി. അവസാനം ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു എന്നോട് അതേ നിവേദകൻ പറഞ്ഞു, ഞാൻ അവനോട് ചോദിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചു. ഞാൻ അവനോട് ചോദിച്ചപ്പോൾ മുകളിൽ പറഞ്ഞ സംഭവമൊക്കെ കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മൗലവി സാഹിബ് നോക്ക്, പലതവണ ആളുകളെ പറഞ്ഞയക്കുന്നു കടം ചോദിച്ചുകൊണ്ട്. എന്നാൽ മിർസാജി, അതായത് മസീഹ് ഇസ്ലാം, എപ്പോഴും എനിക്ക് പണം നൽകുന്നു, അതിലൂടെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുകയുണ്ടായി. ഞാൻ വന്ന് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാൽ ഇനി ചോദിക്കേണ്ടതില്ല, വിട്ടുകളയുക. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലും പിന്നീട് അയാളോട് ചോദിക്കുന്നത് നിർത്തി. അതുപോലെ പണ്ഡിറ്റ് ഭേജ്നാഥ് എന്നൊരാളുണ്ടായിരുന്നു. ചില അവസരങ്ങൾ ഹദരത്ത് മസീഹ് ഇസ്ലാം അയാളോടും ഉദാരത കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി പറയുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നന്നായിരുന്നില്ല. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതുന്നു, തൻ്റെ ഇംഗ്ലീഷ് പുസ്തകമായ അഹമ്മദിയ മൂവ്മെൻറ്റിൽ പാദ്രി വാൾട്ടർ MA അഹമ്മദി YMCAയുടെ സെക്രട്ടറി ആയിരുന്നു. അയാൾ പാതിരിയായിരുന്നു. അഹമ്മദിയ മൂവ്മെൻറ്റ് എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ്. ആ പുസ്തകത്തിൽ ഹദരത്ത് മസീഹ് ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തി, മിർസ സാഹിബ് തൻ്റെ സ്വഭാവത്തിൽ വളരെ ലാളിത്യവും വിനയവും അതുപോലെ ഉദാരവുമായ വികാരങ്ങൾ വെച്ച് പുലർത്തുന്ന ആളായിരുന്നു എന്ന് എല്ലാവിധത്തിലും തെളിയിക്കപ്പെട്ട സമർത്ഥിക്കപ്പെട്ട കാര്യമാണ്.
തൻ്റെ എതിരാളികളിൽ നിന്നുള്ള കടുത്ത എതിർപ്പിനെയും പീഡനങ്ങളെയും നേരിടുന്നതിൽ അദ്ദേഹം കാണിച്ച ധാർമ്മികമായ ആർജവം തീർച്ചയായും പ്രശംസനീയമാണ്. കാന്തികമായ ആകർഷണവും വളരെ മാന്യമായ പെരുമാറ്റവുമുള്ള ഒരാൾക്ക് മാത്രമേ അത്തരം ആളുകളുടെ സൗഹൃദവും വിശ്വസ്തതയും നേടാൻ കഴിയുകയുള്ളൂ. അവരിൽ കുറഞ്ഞത് രണ്ടുപേരെങ്കിലും, അതായത് അഹമ്മദികൾ രണ്ടുപേരെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ സ്വന്തം വിശ്വാസങ്ങളുടെ പേരിൽ ജീവൻ ബലിയർപ്പിച്ചവരാണ്. അതായത് ഷഹീദായ 2 അഫ്ഗാനിസ്ഥാനിലെ സഹാബികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് മസീഹ് ഇസ്ലാമിന്റെ പെരുമാറ്റം കണ്ടുകൊണ്ടാണ് അവർ മിർസ സാഹിബിന്റെ കോന്തൽ വിട്ടുപോകാതിരുന്നത്. ചില പഴയ അഹമ്മദികളോട് അവർ അഹമ്മദി ആയതിന്റെ പിറകിലെ കാരണം തിരക്കിയപ്പോൾ മിർസ സാഹിബിന്റെ വ്യക്തിപ്രഭാവവും വ്യക്തിപരമായ സ്വാധീനവും അദ്ദേഹത്തിന്റെ ആകർഷകമായ വ്യക്തിത്വവുമാണ് ഏറ്റവും വലിയ കാരണമായി ഭൂരിഭാഗം പേരും എടുത്തു പറഞ്ഞത്. പൊതു സദസ്സുകളിലും ഹുസൂർ അലൈഹി ഇസ്ലാം പറയാറുണ്ടായിരുന്നു, എതിരാളികൾ വരികയും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ യാത്രാ ചെലവ് വഹിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതുമായി ബന്ധപ്പെട്ട് എഴുതുന്നു, മിയ ഫഖറുദ്ദീൻ സാബ് മുൽത്താനി എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി, ഹദരത്ത് മസീമൂദ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരിക്കൽ എൻ്റെ പിതാവ് ഇവിടെ വന്നു. അയാൾ കടുത്ത അഹമ്മദിയ വിരോധിയും വളരെ മോശമായി ജമാഅത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനുമായിരുന്നു. ഇവിടെ വന്നിട്ടും അയാൾ വളരെ രൂക്ഷമായ കാര്യങ്ങൾ മസീഹ് ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. മുൽത്താനിലായിരുന്നപ്പോൾ അയാൾ പറയുമായിരുന്നു, ഞാൻ എപ്പോഴെങ്കിലും മിർസയെ കണ്ടുമുട്ടിയാൽ നൗസുബില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ശാപങ്ങൾ ചൊരിയുന്നതാണ്. അതായത് ഇവിടെ വന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പിലും പറയുമെന്ന് പറയണ്ടേ. ഏതായാലും ഞാൻ അദ്ദേഹത്തെ ഹദരത്ത് സാഹിബിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹുസൂർ പുറത്തേക്ക് വന്നപ്പോൾ, മസീഹ് ഇസ്ലാം പുറത്ത് വന്നപ്പോൾ എൻ്റെ പിതാവ് വലിയ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. പിന്നീട് ഭയപ്പെട്ട് പിറകോട്ടേക്ക് മാറിയിരിക്കുകയും ചെയ്തു. ആ സമയത്ത് സദസ്സിൽ മറ്റാളുകളും ഉണ്ടായിരുന്നു. ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹുസൂർ അവിടെ ഇരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഹുസൂർ അലൈഹി സ്വലാം പറഞ്ഞു, ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യണമെന്ന് പലതവണ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അവർക്ക് വേണ്ടി അതിനു വേണ്ടിയുള്ള ചെലവ് വഹിക്കാൻ പോലും നാം തയ്യാറാണ്. എന്നാൽ ആദ്യമായിട്ട് അവർ വരാറേ ഇല്ല. അവർ വന്നാൽ തന്നെ നിശബ്ദരായിരിക്കുന്നു. പിന്നീട് പോയി എൻ്റെ പിറകിൽ സംസാരിക്കുന്നു, കുറ്റം പറയുന്നു. ചുരുക്കത്തിൽ ഹുസൂർ അലൈഹി സ്വലാം വ്യക്തമായി പ്രസംഗിക്കുകയും തബ്ലീഗ് നടത്തുകയും ചെയ്തു. സംസാരിക്കാൻ പലതവണ അവരോടൊക്കെ ആവശ്യപ്പെട്ടു. എൻ്റെ പിതാവ് വലിയ വാഗ്മിയായിരുന്നു. എന്നാൽ ഹുസൂറിൻ്റെ മുന്നിൽ വായക്ക് മുദ്ര പതിഞ്ഞതുപോലെയായി. ഒരു വാക്ക് പോലും ഉരുവിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ അവിടെ എന്തുകൊണ്ട് സംസാരിച്ചില്ല? അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. സംസാരങ്ങളിൽ അതും പറഞ്ഞ് വഴിതിരിച്ചു വിട്ടു. ഏതായാലും മിയാൻ ഫഖറുദ്ദീൻ സാഹിബ് പറയുന്നു, ഹദരത്ത് സാഹിബ് ആ പ്രസംഗത്തിൽ എൻ്റെ പിതാവിനെ അഭിസംബോധന ചെയ്ത കാര്യമില്ല പറഞ്ഞു, മറിച്ച് പൊതുവായൊരു പ്രസംഗം നടത്തിയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഖിലാഫത്തെ സാനിയയുടെ കാലഘട്ടത്തിൽ, 2ാം ഖലീഫയുടെ കാലഘട്ടത്തിൽ മിയാ ഫഖറുദ്ദീൻ സാഹിബും ജമാഅത്ത് വിട്ടുപോകുകയുണ്ടായി. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇരിക്കുന്ന ലുധിയാനയിലെ പരേതനായ മൗലവി അബ്ദുൽ ഖാദിർ സാഹിബിൻ്റെ മകളും നുസ്രത്ത് ഹൈസ്കൂളിലെ അധ്യാപികയുമായ സഫിയ ബീഗം സാഹിബ് താൻ കണ്ട കാര്യം എന്നോട് വിവരിച്ചു. ഒരിക്കൽ ഒരു യാചകൻ ജനലിലൂടെ ഒരു കുപ്പായം ചോദിച്ചു. മസീഹ് ഇസ്ലാമിൻ്റെ കുർത്ത ചോദിച്ചു. ഹദരത്ത് സാഹിബ് അപ്പോൾ തന്നെ തൻ്റെ കുപ്പായം അഴിച്ചു ജനലിലൂടെ ആ പാവപ്പെട്ടതിന് നൽകി. പരേതനായ എൻ്റെ പിതാവ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഇത് എത്ര വലിയ ഔദാര്യമാണ് ഹുസൂർ അലൈഹി സ്വലാം കാണിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, മൗലവി അബ്ദുറഹ്മാൻ സാഹിബ് ഫാസിൽ ജട്ടിൻ്റെ അമ്മായിയമ്മയും പരേതനായ ഹാഫിസ് ഹാമിദ് അലി സാഹിബിൻ്റെ ഭാര്യയുമായ റസൂൽ ബിബി സാഹിബ വിവരിച്ചു, നമ്മുടെ ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും എല്ലാ ചെലവും വഹിച്ചിരുന്ന ഹുസൂർ അലൈഹി ഇസ്ലാം ആയിരുന്നു. ഒരിക്കൽ ഹുസൂർ അലൈഹി ഇസ്ലാം തനിക്കും ഹാഫിസ് ഹാമിദ് അലി സാഹിബിനും വേണ്ടി ഓരോന്ന് വീതം വാസ്കറ്റ് തുന്നിപ്പിച്ചു. ഒരേ തരം വാസ്കറ്റ് ആയിരുന്നു. തണുപ്പ് കാലമായിരുന്നു. ഞാൻ ഹാഫിസ് സാഹിബിനോട് പറഞ്ഞു, സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ അത്താഴത്തിന് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും എനിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. ഹാഫിസ് സാഹിബ് ഹുസൂർ അദ്ദേഹത്തിന് നിർമ്മിച്ച് നൽകിയ ആ ചൂടുള്ള ആ വാസ്കറ്റ് എനിക്ക് നൽകി. നീ ഇത് ധരിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അത് ധരിച്ച് അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം അങ്ങോട്ട് വരികയുണ്ടായി. റസൂൽ ബീബി, നിങ്ങൾ എൻ്റെ വാസ്കറ്റ് മോഷ്ടിച്ചാണോ ധരിച്ചിരിക്കുന്നതെന്ന് തമാശ രൂപേണ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹുസൂർ, എല്ലാം താങ്കളുടേതാണ്, താങ്കളുടെ തന്നെയാണ് ഞങ്ങൾ ഉടുക്കുന്നതും കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നല്ലവണ്ണം തിന്നുകയും കുടിക്കുകയും ചെയ്യുക, നല്ല ജീവിതം ചെലവഴിക്കുക എന്ന് പറയുകയുണ്ട്. ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് പറയുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും നൽകിയാൽ അത് കാഴ്ചക്ക് വേണ്ടി, അതായത് പ്രദർശനത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിക്കും സൃഷ്ടികളോടുള്ള കാരണത്തിന് വേണ്ടിയായിരുന്നു എന്നതായിരുന്നു ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ ശീലം. അതുകൊണ്ട് സാധാരണയായി വളരെ രഹസ്യമായാണ് ഹുസൂർ അലൈഹി ഇസ്ലാം ദാനധർമ്മങ്ങൾ നൽകിയിരുന്നത്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും
പ്രായോഗിക പാഠം നൽകാൻ വേണ്ടി ചിലപ്പോൾ പരസ്യമായി പബ്ലിക്കിലും നൽകാറുണ്ടായിരുന്നു. രഹസ്യമായി ചെയ്യുമ്പോൾ ഹുസൂറിന് ഒരു പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു. അത് സ്വീകരിക്കുന്ന ആൾക്ക് പോലും പലപ്പോഴും അറിയില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ഞാനൊരു സംഭവം വിവരിക്കാം. മുൻഷി മുഹമ്മദ് നസീബ് സാഹിബ്, അദ്ദേഹം ഇപ്പോൾ ഖാദിയാനുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പിറകോട്ടടിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ഒരിക്കൽ അനാഥനായി ഖാദിയൻ വരികയും ഹദരത്ത് അഖ്ദസിന്റെ കാരണത്താൽ ഖാദിയൻ താമസിച്ച് വിദ്യാഭ്യാസം നേടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ചെലവുകളും ആവശ്യങ്ങളും വഹിച്ചിരുന്നത് മുഴുവനും ജമാഅത്തായിരുന്നു. അദ്ദേഹം വളരുകയും വിവാഹം കഴിക്കുകയും ചെയ്തപ്പോൾ ലാഹോറിലെ പത്ര ഓഫീസിൽ എഴുത്തുകാരനായി, ക്ലർക്കായി, പിന്നീട് ബദ്ര ഓഫീസിൽ ഖാദിയാനിൽ വന്ന് മാസത്തിൽ 12 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തു. ഹജരത് ഖലീഫത്ത് മിസ്റ്റർ സാനിക്ക് അള്ളാഹു ആദ്യത്തെ മകനായി നസീർ അഹമ്മദിനെ നൽകിയപ്പോൾ ഈ മകൻ പിന്നീട് മരണപ്പെട്ടിരുന്നു. ഹജരത് മസീഹ് ഇസ്ലാമിന് പരേതനായ നസീർ അഹമ്മദിനെ നോക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ നോക്കുന്ന ആയയെ ആവശ്യമായി വന്നു, നേഴ്സിന് ആവശ്യമായി വന്നു. അദ്ദേഹം പറയുന്നു, ഇത്തരം അവസരത്തിൽ സ്വന്തം ഭാര്യയുടെ സേവനം സമർപ്പിക്കാൻ ഞാൻ ഷെയ്ഖ് മഹമ്മൂദ് നസീബ് സാഹിബിനോട് നിർദ്ദേശിച്ചു. ഇത് ഹം ഖുർമ വ ഹം സവാബ് എന്ന അവസരമാണ്. അതായത് ഇത് ചെയ്താൽ 2 കാര്യങ്ങളുണ്ട്. ആനന്ദവും പ്രതിഫലവും ലഭിക്കും. താങ്കൾക്ക് ഇത് ഇരട്ടി ഗുണം ചെയ്യും. എൻ്റെ ഉപദേശത്തെ ഷെയ്ഖ് സാഹിബ് വലിയ ബഹുമാനത്തോടെ കാണുകയും അദ്ദേഹത്തിന് ആ അവസരം ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാഹിബ്സാദ നസീർ അഹമ്മദ് സാഹിബിന് മുലയൂട്ടുന്ന ജോലിയിൽ നിയമിതയാവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സംസാരത്തിനിടയിൽ ഷെയ്ഖ് മഹമ്മൂദ് നസീബ് സാഹിബിന് എത്ര ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് തിരക്കി. വെറും 12 രൂപയാണ് ലഭിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇത്രയും ചെറിയ ശമ്പളം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഹുസൂർ അലൈഹി ഇസ്ലാമിന് തോന്നി. അന്ന് സാധനങ്ങൾക്കൊക്കെ വളരെ വില കുറഞ്ഞ കാലമായിരുന്നുവെങ്കിലും ഹജരത്ത് അഖ്ദസിന് അങ്ങനെ തോന്നി. ഒരു ദിവസം ആ വഴി പോകുമ്പോൾ അദ്ദേഹം അവരുടെ മുറിയിലേക്ക് 25 രൂപയുടെ ഒരു കിഴി എറിഞ്ഞു. ഈ പണം എങ്ങനെയുള്ളതാണെന്ന് അറിയില്ലല്ലോ എന്ന് ഷെയ്ഖ് സാഹിബിന് തോന്നി. എവിടെ നിന്ന് വന്നു? അവസാനം ഹജരത്ത് അഖ്ദസ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതിയും സുഖമായി ജീവിക്കാൻ വേണ്ടി വെച്ചതാണെന്ന് മനസ്സിലായി. അതിനാൽ ആ പണം ഉപയോഗിച്ച് അദ്ദേഹം ആഭരണങ്ങൾ ഉണ്ടാക്കി. കാരണം ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭക്ഷണ ആവശ്യങ്ങൾ മുഴുവൻ ഹജരത്ത് മസീഹ് ഇസ്ലാമിന്റെ വിപുലമായ ഭക്ഷണശാലയിൽ നിന്ന്, ലങ്കർഖാനയിൽ നിന്ന് നിറവേറ്റപ്പെട്ടിരുന്നു. ഹജരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, യാചകരെ ഒരിക്കലും മടക്കി അയക്കരുത് എന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നത് പോലെ തന്നെ ചില ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സഹായിക്കുക എന്നതും ഹുസൂർ അലൈഹി ഇസ്ലാമിന്റെ ശീലമായിരുന്നു. 1904 ഒക്ടോബർ 28 ഒരു കാര്യമാണ് പറയുന്നത്. സുബഹിക്ക് മുമ്പ് ഹുസൂർ അലൈഹി ഇസ്ലാം 8-10 രൂപയുടെ തുക ഒരു ആത്മാർത്ഥനായ മുഹാജിറിന്, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന വ്യക്തിക്ക് നൽകി. തണുപ്പ് കാലമാണ്, താങ്കൾക്ക് വസ്ത്രങ്ങൾക്ക് ആവശ്യമായി വരുമെന്ന് പറഞ്ഞു. വന്ന ആളുടെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യവും ഉണ്ടായിരുന്നില്ല. അത് അലൈഹി ഇസ്ലാം തന്നെ ആ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ തുക നൽകി. ഇതൊരു സംഭവമായി, ഇങ്ങനെയുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, പലതവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. രഹസ്യമായി ഹുസൂർ അലൈഹി ഇസ്ലാം ആവശ്യക്കാർക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്നു. അതിൽ സുഹൃത്തെന്നോ ശത്രുവെന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നുള്ള ഒരു വ്യത്യാസവും ഒരു വിവേചനവും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് എഴുതുന്നു, ചിലപ്പോൾ ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർ ചോദിക്കുന്നതിനോ വെളിപ്പെടുത്തുന്നതിനോ കാത്തു നിൽക്കാതെ തന്നെ സ്വയം സഹായം വാഗ്ദാനം ചെയ്യുക എന്നത് ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ ശീലമായിരുന്നു. ഇതിനെക്കുറിച്ച് കശ്മീർ സംസ്ഥാനത്തെ പെൻഷനറായ ഇൻസ്പെക്ടർ ഷെയ്ഖ് ഫത്ത മുഹമ്മദ് സാഹിബ് ദീർഘകാലമായ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ സമക്ഷത്തിൽ വന്നുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം വിവരിക്കുന്നു, ഞാൻ എപ്പോഴൊക്കെ ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ അടുത്ത് വരുന്നു അപ്പോഴൊക്കെ എൻ്റെ യാത്രാ ചെലവ് മുഴുവൻ വഹിക്കാൻ ഹുസൂർ അലൈഹി ഇസ്ലാം തയ്യാറാകാറുണ്ട്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് വാങ്ങിച്ചിട്ടില്ല. എന്നാൽ ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഔദാര്യത്തിൻ്റെ നിലവാരം വളരെ മഹത്തായതായിരുന്നു. ചോദിക്കാതെ തന്നെ ഹുസൂർ അലൈഹി ഇസ്ലാം എപ്പോഴും നൽകാൻ തയ്യാറായിരുന്നു. ഇത് എന്നോടുള്ള മാത്രം കാര്യമല്ല, മിക്ക ആളുകൾക്കും അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നു. സിറിയയിൽ നിന്നും അറേബ്യയിൽ നിന്നും ചില ആളുകൾ വരാറുണ്ടായിരുന്നു. ഹുസൂർ അലൈഹി ഇസ്ലാം വളരെ ദൂരദേശത്ത് നിന്നാണ് അവർ വന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് വലിയ തുക യാത്രാ ചെലവിനായി നൽകുമായിരുന്നു. അതുപോലെ ഷെയ്ഖ് യാക്കൂബ് അലി സാബ് എഴുതുന്നു, സാധാരണ നേരിട്ട് ചോദിക്കാത്ത ചില യാചകരും വരാറുണ്ട്. അവർ കടലാസിൽ എഴുതി നൽകും. അവർ ചോദിച്ച കാര്യം മറ്റാർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഹദരത്ത് മസീഹ് ഇസ്ലാം ഉള്ളിൽ നിന്ന് യാചകന് എന്തെങ്കിലും നൽകുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് അത് അറിയുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അകത്തേക്ക് പോകുമ്പോൾ താങ്കൾ ഇവിടെ ഇരിക്കും, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോകാറുണ്ടായിരുന്നു. ഹദരത്ത് മസീഹ് ഇസ്ലാം വരുമ്പോൾ യാചകന് ആവശ്യമായ പണമോ വസ്ത്രമോ കൊണ്ടുവരുന്നത് കാണാമായിരുന്നു. ഹദരത്ത് മുൻഷി ജഫർ അഹമ്മദ് സാബ് പറയുന്നു, കപൂർത്തല
നിവാസിയായ മിയാജി നിസാമുദ്ദീൻ അഹമ്മദി വളരെ ദരിദ്രനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം നടന്ന് ഖാദിയാനിൽ പോയി 2 അണ ഹുസൂറിന്റെ മുമ്പിൽ സംഭാവനയെ സമർപ്പിച്ചു. ഹുസൂർ ജസാക്കുമുല്ല എന്ന് പറഞ്ഞ് ആ 2 അണ സ്വീകരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിസാമുദ്ദീൻ സാബ് മടങ്ങാൻ തുടങ്ങിയപ്പോൾ ഹുസൂർ അലൈഹി സ്വലാം പറഞ്ഞു, നിൽക്കൂ. അദ്ദേഹം അകത്തു പോയി 7-8 രൂപ കൊണ്ടുവന്ന് മിയാജി നിസാമുദ്ദീന് നൽകി. ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതുന്നു, മുൻഷി ജഫർ അഹമ്മദ് സാബ് കപൂർ തൽവി എഴുത്തുമൂലം എന്നോട് ഇപ്രകാരം വിവരിക്കുകയുണ്ടായി. മുൻഷി അലി ഗൗഹർ സാഹിബ് കപൂർ തലിയിലെ തപാൽ ഓഫീസ് ജീവനക്കാരനായിരുന്നു. 2.5 രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ പെൻഷൻ. റിട്ടയർ ആയ ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ഞെരുക്കത്തിലായി. അദ്ദേഹം തന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ജലന്ധറിലേക്ക് പോയി. താങ്കൾ ഖാദിയനിലേക്ക് പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുവരണമെന്ന് അദ്ദേഹം എനിക്ക് കത്തെഴുതി അയച്ചു. വലിയ മുഖ്ലിസായ ആത്മാർത്ഥനായ അഹമ്മദിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുന്നു, ഞാൻ ഖാദിയനിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ കൂട്ടാൻ ജലന്ധറിലേക്ക് പോയി. അദ്ദേഹം വളരെ വിനയാന്വിതനും അതിഥി സൽക്കാര പ്രിയനുമായിരുന്നു. എനിക്ക് വേണ്ടി അദ്ദേഹം വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി. പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞു, അതിഥി സൽക്കാരത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ പാത്രങ്ങൾ വിറ്റാണ് സാധനങ്ങൾ വാങ്ങിച്ചതെന്ന്. ഹദരത്ത് അലൈഹി ഇസ്ലാമിലൂടെ പരിശീലനം ലഭിച്ച, തർബീയത്ത് ലഭിച്ച സഹാബികളുടെ അവസ്ഥയായി ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുൻഷി അലി ഗൗർ സാഹിബിന് ടിക്കറ്റ് സ്വന്തം പണം നൽകിയെടുത്തു. അദ്ദേഹം സ്വന്തം യാത്ര ചെലവ് നൽകാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് താങ്കൾ ഹദരത്ത് സാഹിബിന്റെ സമക്ഷത്തിൽ കൊണ്ട് സമർപ്പിക്കുക ഈ പണം. അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. ടിക്കറ്റ് ഞാൻ സ്വന്തമായി എടുത്തു. അദ്ദേഹം വളരെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ ശരി, ഈ രൂപ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ സമക്ഷത്തിൽ സമർപ്പിക്കും. അങ്ങനെ 2 രൂപ അദ്ദേഹം ഹദരത്ത് സാഹിബിന്റെ സമക്ഷത്തിൽ സമർപ്പിച്ചു. 8-10 ദിവസം അവിടെ താമസിച്ച ശേഷം ഞങ്ങൾ മടങ്ങാൻ അനുവാദം ചോദിച്ചപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം അനുവാദം നൽകി മുൻഷി സാഹിബിനോട് അല്പം നിൽക്കാൻ പറയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം 10-15 രൂപ മുൻഷി സാഹിബിന് കൊണ്ടുവന്ന് നൽകി. മുൻഷി സാഹിബ് കരയാൻ തുടങ്ങി. ഹുസൂർ, ഞാൻ ആണ് സേവനം ചെയ്യേണ്ടത്, ഹുസൂറിൽ നിന്ന് സേവനം വാങ്ങേണ്ട ഒരവസ്ഥയോ എന്ന് ചോദിച്ചു. ഹദരത്ത് സാഹിബ് എന്നോട് പറഞ്ഞു, ഇദ്ദേഹം താങ്കളുടെ സുഹൃത്താണ്, താങ്കൾ ഇദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കൂ. ഹദരത്ത് മസീഹ് ഇസ്ലാം നൽകുന്നതിൽ ബറക്കത്തുണ്ട്, ഐശ്വര്യമുണ്ട്, അത് സ്വീകരിക്കാനും ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചു. ഞങ്ങൾ മടങ്ങി. ഹദരത്ത് സാഹിബിന് മുൻഷി സാഹിബിന്റെ അവസ്ഥയെക്കുറിച്ച് ഒട്ടും അറിയില്ലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഹദരത്ത് മുൻഷി ജഫർ അഹമ്മദ് സാഹിബ് തന്നെ എഴുതുന്നു, ഹദരത്ത് മസീഹ് ഇസ്ലാമിന് തൻ്റെ സേവകരുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധയായിരുന്നു. ഹുസൂർ അലൈഹി ഇസ്ലാം അതിനായി സ്വയമേവ എല്ലാവിധ ത്യാഗങ്ങളും പ്രായോഗികമായി പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഈദ് ദിവസമായിരുന്നു. എൻ്റെ തലയിൽ കെട്ടുന്ന തലപ്പാവ് വൃത്തിയുള്ളതായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഞങ്ങൾ വരുന്നത് 1-2 ദിവസത്തെ ഒഴിവ് കണ്ടെത്തിയാണ്. എന്നാൽ ഇവിടെ ഖാദിയാനിലെത്തിയാൽ ഇവിടെ കുറച്ച് ദിവസം താമസിക്കാൻ ഹുസൂർ അലൈഹി ഇസ്ലാം കൽപ്പന നൽകും. അപ്പോൾ ഞങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട കാര്യം പോലും ഓർമ്മയുണ്ടാകില്ല. ഞങ്ങൾ അവിടെ തന്നെ താമസം തുടരും. അതുപോലെ ഒരിക്കൽ ഞങ്ങൾ വന്നപ്പോൾ ഈദ് ദിവസമായി ഞാനൊരു തലപ്പാവ് മാത്രമേ കയ്യിൽ കരുതിയിരുന്നുള്ളൂ. അതും മുഷിഞ്ഞുപോയി, അഴുക്കായി. അത് മാർക്കറ്റിൽ പോയി തലപ്പാവ് വാങ്ങാമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എന്നെ കണ്ടു, മസീഹ് ഇസ്ലാം എന്നെ കണ്ടു. മസീഹ് ഇസ്ലാമിൻ്റെ മാരിഫത്ത് നോക്കൂ, ഉൾക്കാഴ്ച വളരെ ദൈവദത്തമായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈദ് ദിവസമല്ലേ, എൻ്റെ തലപ്പാവ് അഴുക്കായിരിക്കുന്നു, അത് വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് തൻ്റെ സ്വന്തം തലപ്പാവ് അഴിച്ചുകൊണ്ട് മസീഹ് ഇസ്ലാം എനിക്ക് പ്രദാനം ചെയ്തു. ഇത് ഇഷ്ടപ്പെട്ടാൽ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മറ്റൊന്ന് കെട്ടിക്കോളാം എന്നും പറഞ്ഞു. ആ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രഭാവം എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയുക വാക്കുകൾ കൊണ്ട് സാധ്യമല്ല. ഞാൻ വലിയ ബഹുമാനത്തോടെ ആ തലപ്പാവ് വാങ്ങി അദ്ദേഹം യാതൊരു മടിയും കൂടാതെ മസീഹ് ഇസ്ലാം വീട്ടിലേക്ക് പോവുകയും പിന്നീട് മറ്റൊരു തലപ്പാവ് കെട്ടി വരികയും ചെയ്തു. ഹദരത്ത് മിയാ ഖൈറുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, ഹുസൂർ അലൈഹി ഇസ്ലാം വാദം പുറപ്പെടുവിക്കുന്നതിന് മുമ്പുള്ള ഒരു സന്ദർഭമാണ്. ഹുസൂറിൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹ സമയമായിരുന്നു. അവർ കുറച്ച് ആടുകളെ കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ ബാഗ്ബാനിൽ നിന്നുള്ള ഒരാളായിരുന്നു ആ ആടുകളെ മേയിച്ചിരുന്നത്. ഒരു ദിവസം ഹുസൂർ അലൈഹി ഇസ്ലാം ഉലാത്താൻ പോകുമ്പോൾ അയാൾ ആടുകളെ മേയ്ക്കുകയായിരുന്നു. കൂടെ അയാളുടെ മകനും ഉണ്ടായിരുന്നു. അവൻ കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ നഗ്നപാതനായി നടക്കുന്നത് കണ്ട് ഹുസൂർ ചോദിച്ചു, മിയ, എന്താണ് ചെരുപ്പ് ധരിക്കാതെ നടക്കുന്നത്, മുള്ളു തറക്കില്ലേ? അവൻ പറഞ്ഞു, ഹുസൂർ അലൈഹി ഇസ്ലാം, എൻ്റെ കൈവശം ചെരുപ്പില്ല, എൻ്റെ പിതാവ് ദരിദ്രനാണ്, അദ്ദേഹത്തിന് അത് വാങ്ങിത്തരാൻ കഴിയില്ല. ഹുസൂർ അലൈഹി ഇസ്ലാം തൻ്റെ കാലിൽ നിന്ന് ഒരു ചെരുപ്പ് അഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ധരിച്ചു നോക്കൂ, പാകമാണെന്ന് നോക്കൂ. താനെങ്ങനെ ഹുസൂറിൻ്റെ ചെരുപ്പ് ധരിക്കുമെന്ന് പറഞ്ഞ് അവൻ മടി കാണിച്ചു. ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, അത് ശരിയില്ല, നിർബന്ധമായും ധരിക്കണം. അവൻ ഒരു കാലിൽ ചെരുപ്പിട്ട് ധരിച്ചപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, അതേ, ഇത് പാകമായിട്ടുണ്ട്. പിന്നീട് ഹുസൂർ അലൈഹി ഇസ്ലാം 2ാമത്തെ ചെരുപ്പും അഴിച്ച് അത് ധരിക്കാൻ പറഞ്ഞു. അവൻ അതും ധരിച്ചു. അപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം വളരെയധികം സന്തോഷിക്കുകയും പറഞ്ഞു, ശരി, ഇപ്പോൾ ഇത് പാകമായി, ഇനി ഇത് ഉപയോഗിച്ചോളൂ. അങ്ങനെ മസീഹ് ഇസ്ലാം നഗ്നപാതനായി തിരികെ വീട്ടിലേക്ക് പോയി. ഹുസൂറിന് 20-30 വയസ്സുള്ളപ്പോഴുള്ള കാര്യമാണിത്.
ഹസരത്ത് അഖ്ദസ് മസീമോദ് അലൈഹി ഇസ്ലാം തൻ്റെ നേതാവും വഴികാട്ടിയുമായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് ഉദാരതയുടെയും ദാനത്തിൻ്റെയും പ്രതീകമായി നിലകൊണ്ടിരുന്നു. എങ്കിലും ചിലപ്പോഴൊക്കെ യുക്തിയും ഔചിത്യവും മുൻനിർത്തി യാചകന് നൽകുന്നതിൽ നിന്നും ഹുസൂർ അലൈഹി സ്വലം വിട്ടുനിൽക്കാറുമുണ്ടായിരുന്നു. ഹദരത്ത് ഷേഖ് യക്കൂബ് അലി സാബ് ഇർഫാനി എഴുതുന്നു, ബയ്യത്ത് നടന്ന 1889 അദ്ദേഹം ലുധിയാനയിലായിരുന്നു. ഒരവസരത്തിൽ അവിടെ ഒരു യാചകൻ വന്ന് പറഞ്ഞു, എൻ്റെ ഒരു ബന്ധു മരണപ്പെട്ടിരിക്കുന്നു, കഫൻ പുതപ്പിക്കാനുള്ള സൗകര്യം എൻ്റെ പക്കലില്ല, അതുപോലെ കഫനും മറമാടാനുള്ള സൗകര്യമില്ല. എന്നിട്ട് കുറച്ച് വെള്ളിയും ചെമ്പും നാണയങ്ങൾ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. അത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത്, ബാക്കി കൂടി വേണം. ഹദരത്ത് മസീഹ് ഇസ്ലാം തൻ്റെ ആത്മാർത്ഥ സേവകനായിരുന്ന ഖാസി ഖാജ അലി സാഹിബിനോട് പറഞ്ഞു, ഖാസി സാബ് ഇദ്ദേഹത്തോടൊപ്പം പോയി കഫനും മറ്റ് മറമാടാനുള്ള സൗകര്യങ്ങളും സാധനങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കും, ആവശ്യമായതെല്ലാം പൂർത്തിയാക്കി കൊടുക്കും. സാധാരണ ചോദിക്കുന്നവർക്ക് ഹുസൂർ അലൈഹി ഇസ്ലാം എപ്പോഴും എല്ലാം നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പതിവിന് വിപരീതമായി ഞങ്ങളൊരു പുതിയ കാര്യം കണ്ടു. ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ നിർദ്ദേശത്തിൽ സാബികൾക്ക് അത്ഭുതം തോന്നി. ഖാസി സാഹിബ് ഒന്നും ചോദിക്കാതെ അയാളോടൊപ്പം പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് ഖാസി സാഹിബ് തിരിച്ചു വന്ന് പറഞ്ഞു, ഹുസൂർ, അയാൾ വലിയ തട്ടിപ്പുകാരനാണ്. വഴിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ പേരിൽ എന്നെ കുറേ സോപ്പിടാൻ നോക്കി, എൻ്റെ കൂടെ വരരുതേ, എനിക്ക് എന്തെങ്കിലും തന്ന് എന്നെ ഒഴിവാക്കണമേ എന്ന് അപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് താങ്കളുടെ കൂടെ പോകാൻ മസീഹ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് താങ്കളുടെ പക്കലുള്ള പണം എനിക്ക് തരും, ബാക്കി ചിലവ് ഞാൻ വഹിച്ചോളാം. അപ്പം ഞാൻ പിന്മാറുന്ന ലക്ഷണമില്ല എന്ന് കണ്ടപ്പോൾ അയാൾ കൈകൂപ്പി കുറ്റബോധത്തോട് പറഞ്ഞു, ആരും മരിച്ചിട്ടുമില്ല, കഫനും ദഫനും ചെയ്യേണ്ടതുമില്ല, ഇത് എൻ്റെ തൊഴിലാണ്, എന്നെ നാണം കെടുത്തരുത്, താങ്കൾ തിരിച്ചു പോയാലും ഇനി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ചില യാചകരുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഖാസി സാഹിബ് ഈ സംഭവം വിവരിച്ചപ്പോൾ അത് കേട്ടപ്പോൾ സ്വാഭാവികമായി ചിരി വന്നെങ്കിലും ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ ഈമാൻ്റെ ഉൾക്കാഴ്ചയും പെരുമാറ്റത്തിൻ്റെയും സ്വാധീനം കണ്ടപ്പോൾ അവിടെ എല്ലാവരും പ്രഭാവിതരായി. ഹുസൂർ അലൈഹി ഇസ്ലാം അവനെ നേരിട്ട് കുറ്റപ്പെടുത്തിയില്ല, അവനെ തിരുത്തുന്ന രീതിയാണ് സ്വീകരിച്ചത്. അർഹതയില്ലാത്ത സ്ഥലത്ത് ചെലവഴിക്കേണ്ടതായും വന്നില്ല. ഇതുപോലെയോ അല്ലെങ്കിൽ സമാനമായതോ ഉള്ള മറ്റൊരു സംഭവം ഹദരത്ത് അഖ്ദസ് മസീഹ് ഇസ്ലാം തന്നെ വിവരിക്കുന്നുമുണ്ട്. ലുധിയാനയിൽ ഒരു യാചകൻ വന്ന് ഒരു വ്യക്തി മരിച്ചിരിക്കുന്നുവെന്നും കഫനും അതുപോലെ മറമാടാനുമുള്ള സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. 4 അണ കുറവുണ്ട് എന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ആദ്യം ആ മയ്യത്ത് എവിടെയാണെന്ന് പോയി നോക്കേണ്ടതുണ്ട്, എന്നിട്ട് പൂർണ്ണമായും സഹായിക്കാം. കൂടെ പോയപ്പോൾ യാചകൻ ഓടിപ്പോയി, കാരണം അത് വെറും കള്ളക്കഥയായിരുന്നു. അതുപോലെ ഒരിക്കൽ ഒരു കത്ത് വന്നു, ഞങ്ങളൊരു പള്ളി പണിയാൻ ആഗ്രഹിക്കുന്നു, താങ്കളിൽ നിന്ന് കുറച്ച് സംഭാവന വേണം. മസീഹ് ഇസ്ലാം പറഞ്ഞു, നമുക്ക് നൽകാൻ കഴിയും, അത് വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ നമുക്ക് തന്നെ പ്രധാനപ്പെട്ട പല ചെലവുകളുമുള്ളപ്പോൾ ഇത്തരം ചെലവുകളിൽ പങ്കുചേരുന്നത് അമിതവ്യയമായി തോന്നുന്നു. ഇവിടെ അള്ളാഹു നിർമ്മിക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ അഖ്സ, അതിനാണ് മുൻഗണന നൽകേണ്ടത്. അതിനായി പണം അയച്ച് പുണ്യത്തിൽ പങ്കുചേരാനാണ് ആളുകൾ ശ്രമിക്കേണ്ടത്. മസീഹ് ഇസ്ലാം പറഞ്ഞു, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവരാണ്, അനുസരിക്കുന്നതാണ്, സ്വന്തം വാക്കിന് മുൻഗണന നൽകുന്നവരല്ല. പിന്നീട് അദ്ദേഹം ഇമാം അബൂ ഹനീഫയുടെ ഒരു കഥ കേൾപ്പിച്ചു. ഒരാൾ വന്ന് അബൂ ഹനീഫയുടെ അടുത്ത് വന്ന് പള്ളി പണിയാൻ സംഭാവന ചോദിച്ചു. ഇപ്പോൾ നൽകാൻ കഴിയില്ലെന്ന് അബൂ ഹനീഫ അറിയിച്ചു. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ വലിയ തുക നൽകാൻ കഴിയുമായിരുന്നു, പ്രാപ്തി ഉണ്ടായിരുന്നു. അവസാനം ഒരു ചെറിയ തുട്ടുനാണയം നൽകി പറഞ്ഞയച്ചു. വൈകുന്നേരം ആ വ്യക്തി തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഹുസൂർ, ഇതൊരു കള്ള നാണയമാണ്, ഇത് നടക്കുന്നില്ല. തബറുക്കായിട്ട് എന്തെങ്കിലും നൽകാൻ വേണ്ടി ചോദിച്ചപ്പോൾ കൊടുത്തതായിരുന്നു അത്. അത് കേട്ടപ്പോൾ ഇമാം അബൂ ഹനീഫയും വളരെ സന്തോഷിച്ചു. പറഞ്ഞു, എന്തായാലും നന്നായി, സത്യത്തിൽ താങ്കൾ പള്ളി പണിയുന്ന രീതിയിൽ എനിക്ക് അതിൽ സംഭാവന നൽകാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പള്ളികൾ നിരവധി ഉണ്ടല്ലോ, ഇതൊക്കെ എനിക്ക് അമിതവ്യയമായാണ് തോന്നുന്നത്, വെറും പാഴ്ചെലവായി തോന്നുന്നു. നിങ്ങൾ നമസ്കരിക്കാറില്ല, നമസ്കരിക്കാൻ വേണ്ടിയല്ല, കാണിക്കാൻ വേണ്ടി, കാട്ടിക്കൂട്ടാൻ വേണ്ടിയാണ് പള്ളികൾ പണിയുന്നത്. കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും മസീഹ് അലൈഹി ഇസ്ലാം നൽകാറുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കുട്ടികൾക്കും നൽകുന്ന ശീലം മസീഹ് ഇസ്ലാമിനുണ്ടായിരുന്നു.
ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ബിബി റാണി സാഹിബ വിവരിച്ചു. അസീസ് ബേഗമിൻ്റെ മാതാവായിരുന്നു, ഉമർ ഹക്കീം സാഹിബിൻ്റെ ഭാര്യയായിരുന്നു. പറയുന്നു, 1901 ഞാൻ കത്തെഴുതിയാണ് ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചത്. എന്നാൽ എൻ്റെ മകൾ അസീസ ബേഗം കപൂർത്തലയിലായിരുന്നു. പിന്നെ കാദിയാനിലേക്ക് വിവാഹം കഴിച്ചു പോയി. 1902 കാദിയാനിലേക്ക് വരാൻ എനിക്കും ആഗ്രഹമുണ്ടായി. ഞാൻ രാവിലെ ഹുസൂർ അലി ഇസ്ലാമിനോടൊപ്പം ഉലാത്താൻ പോകാറുണ്ടായിരുന്നു. ബാഗിലേക്ക്, അതായത് തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഞാനും കൂടെ പോകാറുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് വയസ്സായി, അതുപോലെ തന്നെ പഴയ കാര്യമാണ്, അതുകൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും ഓർമ്മയില്ല. എന്നാലും ഓർമ്മയുള്ളത് എഴുതുന്നു. എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. ഒരിക്കൽ ഞാൻ രാവിലെ മസീഹ് ഇസ്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനും അങ്ങോട്ട് പോയി. എൻ്റെ ചെറിയ മകൾ കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നതെന്ന് ഹുസൂർ ചോദിച്ചപ്പോൾ, മസീഹ് ഇസ്ലാം ചോദിച്ചപ്പോൾ അവൾ റൊട്ടി ചോദിക്കുകയാണെന്ന് പറഞ്ഞു. ഹുസൂർ അലൈഹി ഇസ്ലാം അപ്പോൾ തന്നെ റൊട്ടി വരുത്തി നൽകി. എന്നാൽ അവൾ കരച്ചിൽ നിർത്തിയില്ല. പിന്നെയും കരച്ചിൽ തുടർന്നു. ഹുസൂർ അലൈഹി ഇസ്ലാം വീണ്ടും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഹുസൂർ കഴിക്കുന്ന അതേ റൊട്ടിയാണ് അവൾ ചോദിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം കഴിച്ചുകൊണ്ടിരുന്ന റൊട്ടി തന്നെ അവൾക്ക് നൽകി. അത് അവൾ വാങ്ങി കഴിക്കാൻ തുടങ്ങി. കരച്ചിൽ നിർത്തുകയും ചെയ്തു. ജോലി ചെയ്യിക്കുമ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം ജോലിക്കാരുടെ, സേവകരുടെ സൗകര്യവും നോക്കാറുണ്ടായിരുന്നു. ഡോക്ടർ ഇതർദീൻ സാഹിബ് പറയുന്നു, അന്ന് കുട്ടിയായിരുന്ന ഹദരത്ത് മീർ മുഹമ്മദ് ഇസാഖ് സാഹിബ് പെട്ടെന്ന് പുറത്തുപോയി മിസ്സായി. വിവരം അറിഞ്ഞപ്പോൾ ഹദരത്ത് മസീഹ് ഇസ്ലാം വളരെയധികം ആശങ്കപ്പെട്ടു. ബോർഡിംഗ് ഹൗസിലെ വേഗത്തിൽ ഓടുന്ന കുട്ടികളെ വിളിക്കാൻ വേണ്ടി ഭൃത്യന്മാരെ അയച്ചു. അവിടെ പോയി അന്വേഷിക്കുക, ആരാണ് ഓട്ടത്തിൽ വേഗതയുള്ളത്, അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് ബോർഡിംഗ് സൂപ്രണ്ടായിരുന്ന അബ്ദുറഹീം സാഹിബിനെയും മറ്റും ഉള്ളവരെയും വിവരം അറിയിച്ചു. അവരെ അയച്ചു അതിനായിട്ട്. ഇതിൻ്റെ ക്യാപ്റ്റനായി എന്നെ നിയമിച്ചു. ഞങ്ങൾ ഹുസൂറിൻ്റെ അടുത്ത് പോയപ്പോൾ വളരെ സ്നേഹവാത്സല്യങ്ങളോടെ ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതാണ്, നിങ്ങൾക്ക് അന്വേഷിച്ച് പോകേണ്ടതായി വരും. ഒരുപാട് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുകയും വൈകുകയും അതുപോലെ വിശപ്പ് അനുഭവിക്കുകയും ചെയ്തു എന്നും വരാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹുസൂർ അലൈഹി ഇസ്ലാം ഒരുപാട് റൊട്ടിയും അതുപോലെ തന്നെ ദാലും നൽകി. റൊട്ടിയും ദാലും അവിടെ തയ്യാറായിട്ടുണ്ടായിരുന്നു. അത് സ്വന്തം എടുത്തു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നൽകി. കുട്ടിയെ അന്വേഷിച്ചു പോകുന്നതിനാൽ വൈകിയാൽ വഴിയിൽ ഭക്ഷണത്തിനാവശ്യം നേരിടും എന്ന് പറഞ്ഞ് തന്നതാണ്. ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറായി. എന്നാൽ ഷെയ്ഖ് അബൂ അക്ബർ അലി സാഹിബ് ഇർഫാനി അപ്പോൾ തന്നെ മീർ മുഹമ്മദ് ഇസാഖ് സാഹിബിനെയും കൊണ്ട് തിരിച്ചു വരുന്നത് കണ്ടു. അതായത് കുട്ടീനെ തിരിച്ചു കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടതായി വന്നില്ല. എന്നാൽ ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ തൻ്റെ ഭൃത്യരോടുള്ളതും വളരെ പ്രകടമായിരുന്നു. കാദിയാനോട് ചേർന്നുള്ള കാദിറാബാദിൽ താമസിച്ചിരുന്ന ഹസരത്ത് മുഹമ്മദ് ദീൻ സാഹിബ് ഇപ്രകാരം നിവേദനം ചെയ്യുന്നു, പലപ്പോഴും ഹുസൂർ അലൈഹി ഇസ്ലാം വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ പള്ളിയിലിരുന്ന് കഴിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്കും അത് ഷെയർ ചെയ്യുമായിരുന്നു. ഞങ്ങളോടുമായും ഭക്ഷണം പങ്കുവെക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നു. ഭാര്യയുടെ കടം തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു, ലങ്കറിൻ്റെ ചെലവ് കൂടി വന്നപ്പോൾ ഹദരത്ത് അമ്മാജാൻ റളിയല്ലാഹുവിൻ്റെ തൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റ് മസീഹ് ഇസ്ലാം ചെലവ് നടത്താൻ വേണ്ടി പറഞ്ഞു. ആ സംഭവം ഞാൻ വിവരിച്ചിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, ഇതിൻ്റെ അർത്ഥം ഭാര്യയുടെ ആഭരണങ്ങൾ ഭർത്താവിന് ഉപയോഗിക്കാമോ, ആവശ്യം വന്നാൽ ഭാര്യയുടെ ആഭരണങ്ങൾ ചെലവാക്കാൻ ഭർത്താവിന് അനുവാദമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഹദരത്ത് മസീഹ് ഇസ്ലാം കടം വാങ്ങാറുണ്ടായിരുന്നത് അത് തിരികെ നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് മറ്റൊരു സംഭവം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് വിവരിക്കുന്നു, റസൂൽ ബിബി സാബ് പറഞ്ഞു, ക്ഷാമമുണ്ടായപ്പോൾ ഹദരത്ത് മസീഹ് ഇസ്ലാം അമ്മ ജാനിൽ നിന്നും പണം കടം വാങ്ങി. ആദ്യം പറഞ്ഞ സംഭവവും കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ സംഭവവും കടമായിട്ടോ അല്ലെങ്കിൽ പണയമായിട്ട് വെച്ചതിൻ്റെ കാര്യമായിരുന്നു. അങ്ങനെ ആ പണയം തിരിച്ചെടുത്തതും മസീഹ് ഇസ്ലാം
കടം വീട്ടിൽ കൊണ്ട് തന്നെയാണ്. ഏതായാലും കുറച്ച് പണം കടം വാങ്ങിച്ചു. ഈ സംഭവത്തിൽ കടം വാങ്ങിച്ചിട്ട് ഗോതമ്പ് വാങ്ങി വീടിൻ്റെയും അതുപോലെ ലങ്കറിൻ്റെയും ചെലവ് അങ്ങനെ നടത്തി. പിന്നീട് ഹുസൂർ അലൈഹി ഇസ്ലാം ചൗധരി റുസ്തം അലി സാഹിബിൽ നിന്ന് 500 രൂപയും നെയ്യും വരുത്തി. കാരണം വീട്ടിൽ നിന്നായിരുന്നു പലപ്പോഴും ഭക്ഷണം അതിഥികൾക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചൗധരി റുസ്തം അലി സാഹിബിൽ നിന്നും 500 രൂപയും വരുത്തിപ്പിച്ചു, കുറച്ച് നെയ്യും വാങ്ങിച്ചു. ആ പണം കിട്ടിയപ്പോൾ ഹദരത്ത് അമ്മ ജാനിൻ്റെ കടം തിരികെ നൽകി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് ഹാഫിസ് സാബ് അന്ന് ആ ദിവസങ്ങളിൽ വലിയ വലിയ പണക്കിഴികൾ കൊണ്ടുവരുമായിരുന്നു. അത് രാത്രി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെതായിരുന്നു. അത് കടം വീട്ടാൻ വേണ്ടിയുള്ളതായിരുന്നു. ആളുകളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന സംഭാവനകളായിരുന്നു അത്. ഏതായാലും അത് അമ്മാജാനിൽ നിന്നുമല്ല ആരിൽ നിന്നും കടം വാങ്ങിയാൽ, കടമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മസീഹ് ഇസ്ലാം, അത് തിരികെ തീർച്ചയായും നൽകാറുണ്ടായിരുന്നു. ഹദരത്ത് ബാബു ഗുലാം മുഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, കാദിയാനിൽ ചിലപ്പോൾ ഗ്രാമീണ സ്ത്രീകൾ കൈകളിൽ ചാണകം പുരണ്ടവരും വസ്ത്രങ്ങൾ അഴുക്കു പിടിച്ചവരുമായി മസീഹ് ഇസ്ലാമിൻ്റെ സവിധത്തിൽ വരാറുണ്ടായിരുന്നു. ഇത് പറയുമായിരുന്നു, മിർജാജി, കുട്ടിക്ക് രോഗം വന്നിരിക്കുന്നു, ബോധം വരുന്നില്ല, കടുത്ത പനി ബാധിച്ചിരിക്കുന്നു. എന്നിട്ട് കൈ കാണിച്ചു പറയുമായിരുന്നു, തങ്ങളുടെ കൈകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമായിരുന്നു, നോക്ക്, ഞങ്ങൾ കൈകൾ പോലും കഴുകാതെ ഓടിപ്പിടിച്ച് വന്നതാണ്. ഒരിക്കൽ ഒരു സ്ത്രീ അവളുടെ കൈകളിൽ ചാണകവും അഴുക്കും പുരണ്ടിരുന്നു. പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ, പണിക്കാരിയായിരുന്നു, പണിൻ്റെ ഇടയിൽ ഓടി വന്നതാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് കടുത്ത പനിയാണ്, ബോധരഹിതയായിരിക്കുന്നു, ബോധം പോയിരിക്കുന്നു. ഹുസൂർ അലൈഹി സ്വലം ചോദിച്ചു, എന്തെങ്കിലും പാത്രം കൊണ്ടുവന്നിട്ടുണ്ടോ? മസീഹ് ഇസ്ലാം ചോദിച്ചു. അവൾ തൻ്റെ ചാണകം പറഞ്ഞ കൈകൾ കൊണ്ട് ഒരു മൺപാത്രം മസീഹ് ഇസ്ലാമിൻ്റെ സവിധത്തിൽ സമർപ്പിച്ചു. ഹുസൂർ അലൈഹി സ്വലാം ആ പാത്രം വാങ്ങി അതിൽ റൂഹ് കേവട, അങ്ങനെ റോസ് വാട്ടർ നിറച്ചു. ഏകദേശം 5 റത്തി കസ്തൂരിയും നൽകി. എന്നിട്ട് മസീഹ് ഇസ്ലാം പറഞ്ഞു, 2 തവണയായിട്ട് പകുതി പാത്രം വീതവും ഈ വെള്ളവും അതുപോലെ ഈ മരുന്നും കുടിപ്പിക്കുക പറഞ്ഞു. എന്നിട്ട് കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് പിന്നീട് എന്നെ അറിയിക്കണം. അങ്ങനെ ദരിദ്രരോട് പോലും വലിയ ദയയും കാരുണ്യവുമാണ് മസീഹ് ഇസ്ലാം പ്രകടിപ്പിച്ചിരുന്നത്. അത് ഷെയ്ഖ് മഹമ്മൂദ് നസീബ് സാഹിബ് വിവരിക്കുന്നു, ഒരിക്കൽ എനിക്ക് ആവശ്യം നേരിട്ടപ്പോൾ ഞാൻ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ സമക്ഷത്തിൽ ഒരു കത്തെഴുതി 10 രൂപ കടമായി അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. 2 തവണയായി ഞാൻ തിരികെ തരാമെന്ന് പറഞ്ഞു. മസീഹ് ഇസ്ലാം അതായി എനിക്ക് അയച്ചു തന്നു. യഥാർത്ഥത്തിൽ മസീഹ് ഇസ്ലാം ഒരിക്കലും ആർക്കും ഒന്നും നിഷേധിക്കാറില്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വഴക്കമായിരുന്നു. തിരിച്ചടക്കാൻ ആവശ്യപ്പെടാറില്ലെന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും തിരിച്ചടക്കാൻ ശ്രമിച്ചാൽ പറഞ്ഞു, വേണ്ട, എൻ്റെ സമ്പത്തും താങ്കളുടെ സമ്പത്തും ഒന്ന് തന്നെയാണ്, അത് താങ്കൾ തന്നെ വെച്ചോളൂ എന്ന് മസീഹ് ഇസ്ലാം പറയുമായിരുന്നു. ഇതായിരുന്നു ഹുസൂറിൻ്റെ വഴക്കം. അതുപോലെ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടായ, ഭക്ഷണത്തിൽ സമൃദ്ധി ഉണ്ടായ സംഭവം കേട്ടിട്ടുണ്ട്, വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഹജരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, മി അബ്ദുള്ള സാബ് സന്നോരി പറഞ്ഞു, ഒരിക്കൽ ഹജരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം കുറച്ച് അതിഥികളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവർക്കായി വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ ഭക്ഷണം വിളമ്പുന്ന സമയത്തിന് എത്ര അതിഥികളുണ്ടായിരുന്നു അത്രയും തന്നെ അതിഥികൾ വരികയുണ്ടായി. ഇരട്ടി അതിഥികളായി. മസ്ജിദ് മുബാറക്ക് അതിഥികളെ കൊണ്ട് നിറഞ്ഞു. ചെറിയ പള്ളിയായിരുന്നു അത്. ഹുസൂർ അലൈഹി ഇസ്ലാം അകത്തേക്ക് ആളെ വിട്ട് പറഞ്ഞു, കൂടുതൽ അതിഥികൾ വന്നിട്ടുണ്ട്, കൂടുതൽ ഭക്ഷണം അയക്കുക. മസീഹ് ഇസ്ലാമിൻ്റെ തീൻമശയിലേക്ക്, ഭക്ഷണശാലയിലേക്ക് ആരെങ്കിലും വരികയും കുറച്ച് പേർക്ക് മാത്രം ഭക്ഷണം കിട്ടുകയും ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കുകയും എന്നത് ഒരിക്കലും സംഭവ്യമായിരുന്നില്ല. അത് മസീഹ് ഇസ്ലാമിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായിരുന്നു. ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ ദാനശീലത്തിന് അത് ഭൂഷണമായിരുന്നില്ല. മസീഹ് ഇസ്ലാമിന് എല്ലാവർക്കും എന്തായാലും ഭക്ഷണം നൽകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് ബീബി സാഹിബ, അത് തമ്മാജാൻ മസീഹ് ഇസ്ലാമിനെ അകത്തേക്ക് വിളിപ്പിച്ച് പറഞ്ഞു, ഭക്ഷണം കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, താങ്കൾ ആദ്യം പറഞ്ഞിരുന്ന കുറച്ച് അതിഥികൾക്കായാണ് പാകം ചെയ്തത്, ബാക്കി ഭക്ഷണം വേണമെങ്കിൽ ഒപ്പിക്കാം, ഒരുവിധം ക്രമീകരിക്കാം എന്ന് കരുതാൻ. എന്നാൽ ജർദയുടെ കാര്യം, മധുരച്ചോറിൻ്റെ കാര്യം വളരെ കുറവേ ഉള്ളൂ. അതെന്ത് ചെയ്യാനാണ്?
എന്നിട്ട് അമ്മാജാൻ തന്നെ പറഞ്ഞു, ജർദ എന്നാൽ ഞാൻ അയക്കുന്നില്ല, ബാക്കി ഭക്ഷണങ്ങൾ അയക്കാം. മസീഹ് ഇസ്ലാം പറഞ്ഞു, വേണ്ട, അത് ഉചിതമല്ല, മധുരവും കൊടുക്കണം, ജർദയുടെ പാത്രം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഹുസൂർ അലൈഹി ഇസ്ലാം ആ പാത്രത്തിന് മുകളിൽ തൻ്റെ ഒരു തൂവാല ഇട്ടു, റുമാലിട്ടു. ഇത് റുമാലിന് താഴെ കൈയിട്ട് വിരലുകൾ ജർദയിൽ സ്പർശിക്കുകയും എന്നിട്ട് ബർക്കത്തിന് വേണ്ടി കൈ തൊടുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി ഭക്ഷണം വിളമ്പും, അള്ളാഹു ബർക്കത്ത് ചൊരിയുന്നതാണ് ഇൻഷാ അല്ലാ. മിയാ അബ്ദുള്ള സാബ് പറയുന്നു, എല്ലാവർക്കും ആ ജർദ ലഭിക്കുക, എല്ലാവരും നല്ലവണ്ണം കഴിക്കുകയും യഥേഷ്ടം കഴിക്കുകയും മിച്ചം വരികയും ചെയ്തു. മിയാ അബ്ദുള്ള സാഹിബ് പറയുന്നു, വീട്ടിലെ കാര്യം, ഈ വീട്ടിൽ നടന്ന കാര്യം ഹുസൂർ അലൈഹി ഇസ്ലാം എന്നോട് സ്വയം വിവരിച്ചതാണ്. മസീഹ് ഇസ്ലാമാണ് ഈ ഭക്ഷണത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞ കാര്യം എന്നോട് വിവരിച്ചതെന്ന് പറയുന്നു. യാതൊരു മടിയുമില്ലാതെ സുഹൃത്തുക്കൾക്ക് സീസണൽ ഫ്രൂട്ട്സും നൽകാറുണ്ടായിരുന്നു. ആ കാലത്ത് ലഭ്യമായ ഫ്രൂട്ട്സ് നൽകുകയുണ്ടായിരുന്നു, വിളമ്പുമായിരുന്നു. അതിൽ യാതൊരു ഔപചാരികതയും ഉണ്ടായിരുന്നില്ല. മസീഹ് ഇസ്ലാമിന്റെ ദാനം എപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. ഹജരത് മുംതാസ് അലി സാഹിബ് സിദ്ദീഖ് പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, പൂന്തോട്ടത്തിൽ ബഹ്ഷ് മക്ബറയിൽ ഒരു ഷാ നഷീൻ രാജകീയ ഇരിപ്പിടം ഉണ്ടായിരുന്നു. അത് പിന്നീട് പൊളിച്ചു പുതുക്കുകയുണ്ടായി. അവിടെ മസീഹ് ഇസ്ലാം തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം വന്നിരിക്കാറുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ മസീഹ് ഇസ്ലാം തൻ്റെ കൈകൾ കൊണ്ട് സ്നേഹത്തോടെ 2 മാങ്ങകൾ എനിക്ക് നൽകിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മറ്റു സുഹൃത്തുക്കൾക്കും ഓരോരുത്തർക്കും 2 മാങ്ങകൾ വീതം നൽകുകയുണ്ടായി. ഇതാണ് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഔദാര്യത്തിൻ്റെയും ഉപകാര നന്മകളുടെയും ചില സംഭവങ്ങൾ. മസീഹ് ഇസ്ലാം തൻ്റെ യജമാന പ്രഭുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നാണ് ഈ മാതൃക കാണിച്ചത്. ഈ ഔദാര്യത്തിൽ നിന്നും ഉപകാരത്തിൽ നിന്നും സ്വന്തക്കാർ മാത്രമല്ല ശത്രുക്കൾക്ക് പോലും ഫലം ലഭിച്ചുകൊണ്ടിരുന്നു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.